ആനൂർകാവിൽ സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ പ്രതി അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ യുവതിയും മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനമെടുത്ത് പോയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെയും രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചു. അജ്മൽ ലഹരി വിൽപ്പന നടത്തിയതിന് നേരത്തെയും കേസുണ്ട്. അജ്മലിന് എതിരെ നരഹത്യാ കുറ്റത്തിനും കേസെടുത്തിട്ടുണ്ട്. കാറിടിച്ച ശേഷം കടന്നു കളഞ്ഞ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി വിനേഷ് കൊട്ടാരക്കര ചേരുന്നുണ്ട്. വിനേഷ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അങ്ങേയറ്റം മനുഷ്യത്വമില്ലാത്ത ക്രൂരത തന്നെയാണിത്. കാരണം വാഹനം ഇടിക്കുക എന്നത് നമുക്ക് കുറ്റം പറയാനാകുന്ന ഒന്നല്ല. പക്ഷേ ഇടിച്ച ശേഷം വണ്ടി നിർത്താതെ ഒരു സ്ത്രീയുടെ ദേഹത്തുകൂടി കടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏത് തരത്തിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? മദ്യലഹരിയിൽ തന്നെയായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ എന്നതല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത്? തീർച്ചയായും അഭിലാഷ്, ഇത് വലിയ ക്രൂരകൃത്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മൈനാഗപ്പള്ളി അന്നൂർക്കാവിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. വാഹനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അതിക്രൂരമായ വാഹനാപകടമായിരുന്നു. വാഹനാപകടം എന്നതിനപ്പുറത്ത് വാഹനം ഇടിച്ച ശേഷം സ്ത്രീയുടെ ശരീരത്തിലൂടെ ആ വാഹനം കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ അനുസരിച്ച് വാഹനം ഇടിച്ച ശേഷം നിർത്തിയ ശേഷം ആളുകൾ അവരോട്, അതായത് വാഹനം ഓടിച്ചിരുന്ന അജ്മലിനോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു വാഹനം മുന്നോട്ടെടുക്കരുത് എന്ന്. പക്ഷേ അതൊന്നും കേൾക്കാതെ അജ്മൽ വാഹനം മുന്നോട്ടെടുക്കുകയും അങ്ങനെ വാഹനത്തിന്റെ 2 ടയറുകൾ, മുൻ ടയറും പിന്നിലെ ടയറും ഈ സ്ത്രീയുടെ ദേഹത്തു കൂടി കടന്ന് പോയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതാണ് ആ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. വിനേഷാണ് വീണ്ടും ചേരുന്നത്. വിനേഷ്, മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നയാൾ. ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറും മദ്യപിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അഭിലാഷ്, കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരുടെ മൊഴി നിർണായക മൊഴിയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കൃത്യമായി അന്വേഷണം ആരംഭിച്ചത്. അജ്മൽ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:45 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളിയിലാണ് സംഭവം ഉണ്ടായത്. നമുക്കറിയാം, ഓണനാളായതുകൊണ്ട് വലിയ തിരക്കാണ് നിരത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഓണസാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതായിരുന്നു ഈ കുഞ്ഞുമോളും ഫൈസിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. കുഞ്ഞുമോൾ വാഹനത്തിന്റെ സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ ഇരുന്നാണ് യാത്ര ചെയ്തത്. അപ്പോഴാണ് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഈ പിൻസീറ്റിൽ ഇരുന്ന കുഞ്ഞുമോൾ കാറിന്റെ അടിപ്പെട്ട് പോയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് വാഹനം നിർത്താതെ അതിക്രൂരമായി തന്നെ ഇയാൾ ആ വാഹനം അവരുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയ വലിയൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ്